സ്വർഗസ്വനായ പിതാവാൻ ദൈവത്തിൻ്റെ നാമം ഇന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം പോഷത്വമാക്കി. 6 വർഷമായി ദൈവത്തെ അറിയുവാനും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചേരുവാൻ ദൈവപുത്രൻ നൽകിയിരിക്കുന്ന വചനത്തിൽ കൂടെ മുന്നോട്ട് പോകുവാനും ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് ദൈവമാണ് എല്ലാം നടത്തുന്നത് എന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്ന ഈ വേളയിലാണ് പല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. ഓരോ ദിവസവും അതിശയമായി നടത്തുന്നു. ദൈവം ആത്മാവാണ്. ആത്മാവാൻ ദൈവത്തെ അറിയണമെന്നെങ്കിൽ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. നമ്മുടെ ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ ശരീരം ദൈവത്തിന് വിട്ടുകൊടുക്കുക, ആത്മാവിൽ നടക്കുക, ആത്മാവിൽ ചിന്തിക്കുക. നിത്യജീവനാണ് ആവശ്യമെന്ന് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നു. നിത്യജീവൻ, ആ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ പല പ്രശ്നത്തിൽ കൂടെയും കടന്നു പോകണം. ദൈവരാജ്യത്തെ വചനം ഈ ലോകത്തെ സമൃദ്ധിയും ഈ ലോകത്തെ ജ്ഞാനവും ഈ ലോകത്ത് നടക്കുന്ന പല പ്രശ്നങ്ങളാലും ദൈവരാജ്യം പിശാച് മനഃപൂർവ്വം മറച്ചിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഈ ദൈവരാജ്യത്തെ മറച്ചിരിക്കുന്നു. പിശാച് തന്ത്രപൂർവ്വം അവൻ്റെ ആഡംബരങ്ങളും ഈ ലോകപ്രകാരം ജീവിക്കുന്ന തന്ത്രങ്ങളുമൊക്കെ ഉപയോഗിച്ച് അവൻ മനുഷ്യൻ്റെ ഹൃദയവും കണ്ണുമൊക്കെ കവർന്നിരിക്കുകയാണ്. ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അത് ഇടുങ്ങിയ വഴിയാണ്. അതിലേ കടക്കുന്നവർ ചുരുക്കമാണ്. നാശത്തിൻ്റെ പാതയോ ലോകത്തിൻ്റെ വഴിയോ വിശാലമേറിയതാണ്. അതിലേ കടക്കുന്നവരാണ് അനേകർ. അപ്പോൾ ഈ ദൈവരാജ്യം മറച്ചിരിക്കുന്നു. പല രീതിയിലും അസുഖങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ പലതും വരുത്തി ദൈവരാജ്യത്തെ ഈ സുവിശേഷം മറച്ചിരിക്കുന്നു. കാര്യം മനുഷ്യന് കൂടുതൽ കഷ്ടങ്ങൾ കൊണ്ടുവന്ന് ആരെങ്കിലും ദൈവത്തെ അറിയുന്നവനുണ്ടെങ്കിൽ അവനെ കൂടുതൽ കഷ്ടത്തിൽ കൂടെ ആ പിശാചിൻ്റെ തന്ത്രം, അവൻ വലിയ തന്ത്രത്തിലാണ് ഊടാടി നടക്കുന്നത്. അപ്പോൾ അവനെ ജയിക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഏത് പ്രശ്നത്തിൽ കൂടെയും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. കാര്യം നിത്യജീവനാണ് ഓരോ മനുഷ്യനും ഒരുക്കിയിരിക്കുന്നത്. അത് നഷ്ടപ്പെട്ടാൽ ലോകം മുഴുവനും നേടിയാലും ഒരു പ്രയോജനവുമില്ല. ഇവിടെ കുറച്ച് നാൾ തിന്നു കുടിച്ച് ആനന്ദിച്ച് ഇങ്ങനെ മനുഷ്യൻ മരിച്ച് പോകുന്നു. ഈ ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ഒരസുഖം വന്നാൽ അതിന് പരിഹാരം വരുത്തിയാലും വേറൊരസുഖം വന്ന് ഈ ലോകത്തു നിന്നും മാറ്റപ്പെടും. അപ്പോൾ ജഡത്തിലുള്ള ചിന്തിച്ച് ജഡപ്രകാരം ജീവിച്ച് സകല ദുഷ്പ്രവൃത്തികളും ചെയ്ത് ഈ ശരീരത്തെ മലിനമാക്കി ജീവിച്ചാൽ ആത്മാവ് മുരടിച്ച് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ എന്ത് കഷ്ടങ്ങളായാലും ഏത് പ്രശ്നത്തിൽ കൂടെ കടന്നുപോയാലും ആ ദൈവത്തെ മുറുകെ പിടിക്കുക. ഇസ്രായേലിൻ്റെ ദൈവത്തെ, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവത്തിൻ്റെ ആ ദൈവരാജ്യത്തിൻ്റെ പന്തിയിലിരിക്കണമെങ്കിൽ ഈ ലോകത്തെ മോഹങ്ങളും പല രീതിയിലുള്ള ആഡംബരങ്ങളും ഒക്കെയായി ജീവിച്ചാൽ ആ ദൈവരാജ്യം ഹൃദയത്തിൽ തോന്നിക്കത്തില്ല. ആ പിശാച് തന്ത്രപൂർവം മനുഷ്യനെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലോകത്തെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുക, ലോകപ്രകാരം ജീവിക്കാതെ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ കൂടെ ജീവിക്കുക, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുക. ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയിൽ കൂടെ വചനങ്ങൾ വായിക്കുമ്പോൾ സത്യങ്ങൾ മനസ്സിലാക്കി തരും. 6 വർഷമായി ഞാൻ ഈ ദൈവത്തെ അറിയുവാനും ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു.
അപ്പോൾ അനേകം കഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ട്. എങ്കിലും ദൈവരാജ്യത്ത് ഉറച്ചു നിൽക്കുവാൻ ദൈവം ധൈര്യം തരുന്നുണ്ട്, മുന്നോട്ട് പോകുവാൻ. ആ ദൈവപുത്രനിലൂടെ തന്നിരിക്കുന്ന ആ വചനങ്ങളെ അറിയുവാനും. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചേരുക. ആ ദൈവപുത്രനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആ പിതാവായ ദൈവം നിങ്ങളെയും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലെത്തിയിരിക്കുകയാണ്. അതിന് സ്നാനം ആവശ്യമാണ്. ആ ദൈവത്തോട് ചേരുവാൻ സ്നാനപ്പെടുമ്പോഴാണ് സകല പാപങ്ങൾക്കും പരിഹാരം. അപ്പോൾ സ്നാനപ്പെട്ട് പുതിയൊരു സൃഷ്ടിയാകുക. കൊച്ചിലെ ആരാണ്ടുകൊണ്ട് സ്നാനപ്പെടുത്തിയെന്ന് പറയുകയല്ല വേണ്ടത്. മുതിരുമ്പോൾ മനുഷ്യന് ഒരറിവ് ജ്ഞാനമൊക്കെ ആകുമ്പോഴാണല്ലോ ഒരു സ്നാനം ആവശ്യം. ഈ ദൈവത്തോട് ചേരണമെങ്കിൽ ഏതു മനുഷ്യനും വീണ്ടും ജനിക്കാതെ ഈ ദൈവരാജ്യത്ത് കടക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് സ്നാനപ്പെട്ട് ഈ ദൈവത്തോട് ചേരുക. ദൈവരാജ്യം എന്താണെന്ന് ദൈവം തന്നെ മനസ്സിലാക്കി തരും. ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഈ ശരീരത്തെ തകർക്കുന്നവന് ദൈവം തകർക്കും. ഈ ശരീരം നഷ്ടപ്പെട്ടാലും ആത്മാവ് നിത്യജീവനിലെത്തണം. ഈ ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുവാൻ കഴിവുള്ള ആളിനെ ഭയപ്പെട്ടാൽ മതി. ഈ ലോകത്തിൻ്റെ രക്ഷകൻ മരിച്ചിട്ടും ഉയർത്തെഴുന്നേറ്റ് കാണിച്ചു തന്നു. എൻ്റെ പാത പിന്തുടർന്നാൽ നിങ്ങളും ഇതുപോലെ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുമെന്ന് കാണിച്ചു തന്നു. ഈ ലോകത്ത് എന്ത് അസുഖം വന്നാലും ഇനി മരിച്ചിട്ട് ഉയർപ്പിച്ചാലും ഈ ലോകത്ത് ജീവിക്കാൻ പാടാണ്. പിന്നെയും അവൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറയുന്ന ജഡരത്നങ്ങൾക്ക് അവകാശമാക്കത്തില്ല. അപ്പോൾ ഈ ആത്മാവാണ് നിത്യജീവനിലേക്ക് പോകേണ്ടത്. ഈ ആത്മാവ്, ഈ ശരീരം മാറ്റപ്പെട്ടു കഴിയുമ്പോൾ ഈ ആത്മാവിനൊരു നിത്യജീവനുണ്ട്. അപ്പോൾ തേജസ്സാകുന്ന ഒരു ശരീരം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അത് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങളും കൽപ്പനകളുമൊക്കെ അനുസരിച്ച് പോവുക തന്നെ വേണം. ഈ ലോകത്തെ മോഹങ്ങളും പലതരമായ വീഡിയോകളും തമാശകളും സിനിമകളും അങ്ങനെ പല രീതിയിലും ദൈവരാജ്യം മനുഷ്യൻ്റെ അടച്ചിരിക്കുകയാണ്. ജോലിയും കാര്യങ്ങളും ഒക്കെയായി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷെങ്കിൽ ഒടുവിൽ മരണം ഉറപ്പാണ്. മരണത്തിനു മുമ്പേ ഈ ശരീരം ദൈവത്തിൽ അർപ്പിക്കുക. ഈ ജഡത്തിൻ്റെ ചിന്തയോ മരണമാണ്. അതുകൊണ്ട് ആത്മാവിനെപ്പറ്റി ചിന്തിക്കുക, ആത്മാവിൻ പ്രകാരം നടക്കുക, വചനങ്ങളെപ്പോഴും വായിച്ച് എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവിൻ പ്രകാരം നടക്കണം. എങ്കിലേ ആ നിത്യജീവൻ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ഇസ്രായേലിൻ്റെ ദൈവത്തോട് ചേരുക. പ്രൈസ് ദി ലോർഡ്.